ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അലോക്കേഷ്യ പ്ലാന്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അലോക്കേഷ്യ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ അശ്മി സുൽത്താന. വെൽക്കം ടു സുലൂസ് ഡയറീസ്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ ലീഫുകൾക്ക് വരുന്ന പ്ലാന്റുകളാണ് ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ അതിൽ തന്നെ വളരെ മനോഹരമായ ഒരു വെരിഗേഷനും ലൈൻസും അതുപോലെ തിളക്കമൊക്കെ വരുന്ന വെറൈറ്റിയാണ് അലോക്കേഷ്യ വെറൈറ്റികൾ. അതിൽ തന്നെ പണ്ട് മുതലേ ഉള്ള ഒരു ടൈപ്പ് എലിഫൻ്റ് ഇയർ പോലത്തെ വെറൈറ്റി ഉണ്ട്. അതിൽ നിന്ന് തന്നെ വരുന്നൊരു ഹൈബ്രിഡ് വെറൈറ്റികളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ. ഇത് ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വരും, 2 ടൈപ്പ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 വെറൈറ്റിയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അലോക്കേഷ്യ പ്ലാന്റ്സ് എങ്ങനെ കെയർ ചെയ്യണം, പ്രൊപ്പഗേറ്റ് ചെയ്യണം, അതിനെപ്പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് സുലൂസ് ഡയറീസ് കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, എൻ്റെ ഇൻഫർമേഷനുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് വീണ്ടും ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കൂടുതൽ അറിയുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അലോക്കേഷ്യ വെറൈറ്റികൾ എങ്ങനെ കെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ അലോക്കേഷ്യ വെറൈറ്റിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ സൺലൈറ്റ് ആണ്. അപ്പം സൺലൈറ്റ് അധികമായി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഫുള്ള് ബേൺ ആയി പോവും. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ സൺലൈറ്റ് കുഴപ്പമില്ല എന്നൊരു ഇതുണ്ടല്ലോ. സാധാരണ ഇൻഡോർ പ്ലാന്റ്സിന് വൈകിട്ടത്തെ സൺലൈറ്റ് വലിയ പ്രശ്നമില്ല. പക്ഷേ അലോക്കേഷ്യ വെറൈറ്റികളിൽ ഒരു 3 മണിക്ക് ശേഷമുള്ള ലൈറ്റ് അടിച്ചാൽ ഫുൾ ബേൺ ആയി പോവും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ അങ്ങനെ പ്ലാന്റ് പോയിട്ടുണ്ട്. അപ്പോൾ അനുഭവത്തിൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഷെയ്ഡഡ് ഏരിയയിൽ വേണം നമ്മൾ അലോക്കേഷ്യ വളർത്താനായിട്ട്. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടറിങ് ആണ്. അപ്പോൾ വാട്ടറിങ് ഈ പ്ലാന്റുകൾ കിഴങ്ങ് രൂപത്തിലുള്ള ഒരു രീതിയിലാണ് അടിയിലുള്ളത്. അപ്പം ഈ കിഴങ്ങുകൾ ചീഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഫുള്ള് കേടാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു 2-3 ദിവസത്തെ ഇടവേളയിൽ വെള്ളം ഒഴിക്കാം. പോട്ടി മിക്സ് ചെക്ക് ചെയ്യുക, നനവുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട, നനവില്ലെങ്കിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഒരു നനവ് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കൊടുക്കുക. പിന്നെ നമ്മൾ ഈ നനവ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ കിഴങ്ങ് കേടാവും. കേടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അത് റീപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. റീപ്പോർട്ട് ചെയ്ത് കിഴങ്ങിൽ ഗ്രോയിങ് ടിപ്പ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് പോർട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് കേടായി പോകും. വാട്ടറിങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇലയിലൊക്കെ വെള്ളം വീഴുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഇലയിൽ വെള്ളം വീണ് കഴിയുമ്പോൾ നല്ല ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് പോവുകയും ചെയ്യും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം പിന്നെ ഇലയൊക്കെ ഇടയ്ക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചാലും വളരെ ഭംഗിയായിരിക്കും. ഈ പ്ലാന്റ് കണ്ടോ, ഇത് നമ്മൾ നേരത്തെ ഇതുപോലെ ബേണായിപ്പോയ പ്ലാന്റിൻ്റെ കിഴങ്ങിരുന്നിട്ട് കിളിച്ചതാണ്. കണ്ടോ, ഈ കിഴങ്ങ് ഇപ്പോൾ നമ്മൾ വെയിലത്ത് കൊണ്ടിട്ടിരുന്നാലും പിന്നെ നല്ലൊരു മഴയും തണലൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് വീണ്ടും ഗ്രോ ആവും. കണ്ടോ, ഈ ഒരു കിഴങ്ങ് കിളിച്ച് നിൽക്കുന്നുണ്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ അലോക്കേഷ്യ പ്ലാന്റ്സിൽ ഇതുപോലെ കിളുത്ത് വരും കേട്ടോ. ഇതുപോലെ കിഴങ്ങുണ്ടെങ്കിൽ അത് ഈ പ്ലാന്റ് നോക്കി, ഇതും അതുപോലെ തന്നെ ഫുൾ ബേണായി പോയിട്ട് കിളുത്ത് വന്നതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുമ്പം ഇതിലിങ്ങനെ ഒരുപാട് തൈകളും പൊട്ടി വരും. കണ്ടോ, ഒരുപാട് തൈകൾ ഇങ്ങനെ ചുറ്റോട് ചുറ്റും വരും. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ ഒരു കാരണവശാലും മാറ്റരുത്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മെച്ചുവറായി കഴിയുമ്പോഴത്തേക്കും ഇതിനെ മാറ്റിയെടുത്ത് വേറെ പ്ലാന്റ് ആയിട്ട് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടി മിക്സ് ആണ്. അപ്പോൾ പോട്ടി മിക്സ് നമുക്ക് ഒരുപാട് ഡ്രൈ പോട്ടി മിക്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് വെറ്റി ആയിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് നല്ലത്. കാരണം കിഴങ്ങ് കുറച്ച് വെറ്റായിട്ടിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ അഡീനിയം പോലെ അത്രയും ഡ്രൈ പോട്ടി മിക്സിൻ്റെ ആവശ്യമൊന്നും ഇതിന് വരുന്നില്ല. അപ്പം ഇതിൽ നമുക്ക് ചകിരിച്ചോറ്, ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ്, വെർമിക്കുലൈറ്റ്, കുറച്ച് പെർലൈറ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് ഇച്ചിരി ചകിരിച്ചോറ് കൂടുതൽ ഉപയോഗിച്ചാലും പ്രശ്നമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോട്ടി മിക്സ്ഡ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് വരുന്നത് ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസർ നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുക. അത് ഇലയിലും തണ്ടിലും ചുവട്ടിലല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കാവുന്നതാണ്. ഇൻ കേസ് കൊടുത്തില്ലെങ്കിൽ ഗ്രോത്ത് ചെറിയ സ്ലോ ആവും. പൊതുവേ കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ്. എങ്കിലും നമുക്ക് 15 ദിവസം കൂടുമ്പോൾ കൊടുത്താൽ നല്ല രീതിയിൽ ലീഫുകളൊക്കെ ഭയങ്കര ലഷായിട്ട് വരും. കൂടുതൽ ലീഫുകൾ വരാനും ഒക്കെ ഒരു 15 ദിവസം കൂടുമ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു വട്ടം ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇത്രയാണ് പ്രധാനമായിട്ട് അലോക്കേഷ്യ വെറൈറ്റിയിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.